നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന യൂണിറ്റിന്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ഉണ്ട്, ആക്ടിവിറ്റി സോൾവിംഗ് ഉണ്ട്, സെമിനാർസ് ഒക്കെ എഴുതാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ഒരു വീഡിയോയിലുണ്ട്. ഇന്ത്യക്ക് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വദേശി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള കുറച്ച് ആൾക്കാർ കുറേ സംരംഭങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ സംരംഭങ്ങളാണ് തുടങ്ങിയത്, ആരൊക്കെയാണ് തുടങ്ങിയത്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചോളണം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സുരേന്ദ്രനാഥ ബാനർജീസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സ്വദേശി മൂവ്മെന്റ് ഈസ് ഗിവൻ ബിലോ. സുരേന്ദ്രനാഥ ബാനർജി ഈ സ്വദേശി മൂവ്മെന്റിനെ കുറിച്ച് നൽകിയ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ ഒരു ബോക്സിൽ തന്നിട്ടുള്ളത്. സൈഡിൽ സുരേന്ദ്രനാഥ ബാനർജിയുടെ ഒരു ഫിഗറും ഉണ്ട്, കണ്ടല്ലോ. നോക്കല്ലോ. ഇൻ ദ ഡേയ്സ് ഓഫ് സ്ട്രെങ്ത് ദ സ്വദേശി മൂവ്മെന്റ് കളേർഡ് ദ ഫാബ്രിക് ഓഫ് അവർ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് ലൈഫ്. ഈ ഒരു സെന്റൻസ് ഈ സുരേന്ദ്രനാഥ ബാനർജി കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇൻ ദ ഡേയ്സ് ഓഫ് സ്ട്രെങ്ത് കരുത്തിന്റെ നാളുകളിൽ സ്വദേശി മൂവ്മെന്റ് സ്വദേശി പ്രസ്ഥാനം കളേർഡ് നിറം പിടിപ്പിച്ചു. എന്തിനെ നിറം പിടിപ്പിച്ചു? ദ ഫാബ്രിക് ഓഫ് അവർ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് ലൈഫ്. നമ്മുടെ സാമൂഹികവും പിന്നെ ഗാർഹികവുമായിട്ടുള്ള ജീവിതത്തിന്റെ ഫാബ്രിക്കിനെ നിറം പിടിപ്പിച്ചു എന്നാണ് അദ്ദേഹം ആ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. വലിയ കാര്യമൊന്നുമില്ല, കുഴപ്പമില്ല. അടുത്ത സെന്റൻസ് നോക്കിയോളൂ. വെഡിങ് പ്രസൻസ് കംപ്രൈസിംഗ് ഫോറിൻ മെറ്റീരിയൽസ് വിച്ച് കുഡ് ബി മെയ്ഡ് ഇൻ ഇന്ത്യ വെയർ റിട്ടേൺഡ്. അതായത് വെഡിങ് പ്രസൻസ് വെച്ചാൽ വിവാഹ സമ്മാനം. കംപ്രൈസിംഗ് ദ ഫോറിൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വിദേശ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള വെഡിങ് പ്രസൻസ് എന്ത് ചെയ്തു? വിച്ച് കുഡ് ബി മെയ്ഡ് ഇൻ ഇന്ത്യ. പക്ഷെ അത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലായിരിക്കും. പക്ഷെ ആ ഒരു വെഡിങ് പ്രസന്റിൽ എന്താണ് ഫോറിൻ ഗുഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ, ഫോറിൻ വസ്തുക്കളൊക്കെ ഫോറിൻ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള വെഡിങ് പ്രസൻസ് എന്ത് ചെയ്തു? മെയ്ഡ് ഇൻ ഇന്ത്യ വെയർ റിട്ടേൺഡ്, അത് മടക്കി നൽകപ്പെട്ടു. അതായത് വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിർമ്മിച്ച അല്ലെ വെഡിങ് പ്രസൻസ് എന്ത് ചെയ്തു? മടക്കി നൽകപ്പെട്ടു. അത് ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പൊ അത് പഠിച്ചോളണം കേട്ടോ. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയോളൂ. പ്രീസ്റ്റ് എന്ന് വെച്ചാൽ ആരാണ്? ഈ പുരോഹിതന്മാർ അല്ലെ. പുരോഹിതന്മാർ ഓഫൺ ഒബ്ജക്റ്റഡ്, നിരസിച്ചു. എന്താ നിരസിച്ചത്? ടു ഒഫീഷിയേറ്റിംഗ്. എന്താണ് ഒഫീഷിയേറ്റ് എന്ന് വെച്ചാൽ? കാർമ്മികത്വം വഹിക്കുക അല്ലെ. കാർമ്മികത്വം വഹിക്കുന്നത് എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് ചെയ്തു. എങ്ങനെ? എവിടെയാണ്? അറ്റ് സെറമണീസ് ഇൻ വിച്ച് തിങ്സ് വെയർ ഓഫേർഡ് ടു ദ ഗോഡ്സ്. ദൈവത്തിന് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള സെറമണീസ് ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഗിഫ്റ്റ് ആയിട്ട് വസ്തുക്കളൊക്കെ കൊടുക്കുന്ന സെറമണീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അത്തരത്തിലുള്ള സെറമണീസിനെ ഒഫീഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാർമ്മികത്വം വഹിക്കാൻ വേണ്ടിയിട്ട് പ്രീസ്റ്റ് എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് ചെയ്തു. അവര് വിസമ്മതിച്ചു അല്ലെങ്കിൽ നിരസിച്ചു. അങ്ങനെയുള്ള ഓഫറുകൾ അവർ നിരസിച്ചു. ഇനി ഗസ്റ്റ് റെഫ്യൂസ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സെലിബ്രേഷൻസ് വെയർ ഫോറിൻ സോൾട്ട് ആൻഡ് ഷുഗർ യൂസ്ഡ്. ഗസ്റ്റ് എന്ന് വെച്ചാൽ അതിഥികൾ. റെഫ്യൂസ്ഡ് എന്ന് വെച്ചാൽ വിസമ്മതിച്ചു. എന്തിന് വിസമ്മതിച്ചു? ടു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പങ്കെടുക്കാൻ. ഏതില്? ഇൻ സെലിബ്രേഷൻസ് വെയർ ഫോറിൻ സോൾട്ട് ആൻഡ് ഷുഗർ യൂസ്ഡ്. ഈ ഫോറിൻ സോൾട്ടും ഫോറിൻ ഷുഗറും ഒക്കെ യൂസ് ചെയ്യുന്ന സെറമണീസിലൊക്കെ അല്ലെങ്കിൽ സെലിബ്രേഷൻസിൽ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റ് അല്ലെങ്കിൽ അതിഥികൾ എന്ത് ചെയ്തു? വിസമ്മതിച്ചു, റെഫ്യൂസ് ചെയ്തു. മനസ്സിലായോ? ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആര്? സുരേന്ദ്രനാഥ ബാനർജി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലിസ്റ്റ് ദ ഫാക്ട്സ് ദാറ്റ് ക്യാൻ ബി ഗ്ലീൻഡ് അബൌട്ട് ദ സ്വദേശി മൂവ്മെന്റ് ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വിവരണത്തിൽ നിന്ന് സ്വദേശി മൂവ്മെന്റുമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വസ്തുതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. വെഡിങ് ഗിഫ്റ്റ്സ് വിച്ച് ഇൻക്ലൂഡഡ് ഫോറിൻ ഒബ്ജക്ട്സ് വെയർ റിട്ടേൺഡ്. വെഡിങ് ഗിഫ്റ്റ് അതായത് വിവാഹ സമ്മാനം. വിച്ച് ഇൻക്ലൂഡഡ് ഫോറിൻ ഒബ്ജക്റ്റ് ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ എന്ത് ചെയ്തു? വെയർ റിട്ടേൺഡ്, അത് മടക്കി നൽകപ്പെട്ടു. അത് ഒന്നാമത്തെ പോയിന്റ്. ഇനി നമ്മൾ വേറെ പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ വേറെ 2 പോയിന്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണ്? പ്രീസ്റ്റ് ഒബ്ജക്റ്റഡ് ടു ഒഫീഷിയേറ്റിംഗ് അറ്റ് സെറമണീസ് ഇൻ വിച്ച് തിങ്സ് വെയർ ഓഫേർഡ് ടു ദ ഗോഡ്സ്. അതായത് ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതർ ഒബ്ജക്റ്റ് ചെയ്തു, അതായത് എതിർപ്പ് കാണിച്ചു. എന്തിനാണ്? ടു ഒഫീഷിയേറ്റിംഗ്, കാർമ്മികത്വം വഹിക്കാൻ. എവിടെ? അറ്റ് സെറമണീസ്, ആഘോഷങ്ങളിൽ. എങ്ങനെയുള്ള ആഘോഷങ്ങളിൽ? ഇൻ വിച്ച്, എങ്ങനെയുള്ള ആഘോഷങ്ങളിലാണ്? തിങ്സ് വെയർ ഓഫേർഡ് ടു ദ ഗോഡ്സ്. ദൈവത്തിന് തിങ്സ് വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഓഫർ ചെയ്യുന്ന അല്ലെ. ഓഫർ ചെയ്യുന്ന വെച്ചാൽ അവർക്ക് സമർപ്പിക്കുന്ന അങ്ങനെയുള്ള ചടങ്ങുകളിൽ ഒഫീഷിയേറ്റ് ചെയ്യാൻ പ്രീസ്റ്റ് എന്ത് ചെയ്തു? ഒബ്ജക്റ്റ്, അതായത് അവര് വിസമ്മതം പ്രകടിപ്പിച്ചു.
അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഗസ്റ്റ് റഫ്യൂസ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സെലിബ്രേഷൻസ് വെയർ ഫോറിൻ സോൾട്ട് ആൻഡ് ഷുഗർ യൂസ്ഡ്. ഗസ്റ്റുകൾ എന്ന് വെച്ചാൽ അതിഥികൾ, റഫ്യൂസ്ഡ് വിസമ്മതിച്ചു. എന്തിനു വിസമ്മതിച്ചു? ടു പാർട്ടിസിപ്പേറ്റ് പങ്കെടുക്കാൻ. എന്തിന് പങ്കെടുക്കാൻ വിസമ്മതിച്ചത്? ഇൻ സെലിബ്രേഷൻസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, അല്ലെ, സെലിബ്രേഷൻസിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു. പെയർ അവിടെ എന്താണ്? ഫോറിൻ സോൾട്ട് ആൻഡ് ഷുഗർ യൂസ്ഡ്. ഫോറിൻ സോൾട്ടും ഷുഗറും ഒക്കെ യൂസ് ചെയ്യുന്ന സെലിബ്രേഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഗസ്റ്റ് എന്ത് ചെയ്തു? റഫ്യൂസ് ചെയ്തു, വിസമ്മതിച്ചു. മനസ്സിലായല്ലോ. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. ഇതൊക്കെയാണ് സ്വദേശി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയുള്ളൂ. സച്ച് ക്യാമ്പയിൻസ് ക്രിയേറ്റഡ് അവയർനെസ് ഓഫ് ദ ഐഡിയാസ് ഓഫ് ദി സ്വദേശി മൂവ്മെന്റ് ആൻഡ് ഹാഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഇന്ത്യൻ പീപ്പിൾ. ഇങ്ങനെയുള്ള ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്തു. എന്താണ്? അവയർനെസ്, ഒരു അവബോധം, അല്ലെ, അവബോധം ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു അവബോധം സൃഷ്ടിക്കപ്പെട്ടു. ഓഫ് ദ ഐഡിയാസ് ഓഫ് ദി സ്വദേശി മൂവ്മെന്റ്. സ്വദേശി മൂവ്മെന്റിന്റെ എന്താണ് ആശയങ്ങൾ എന്തൊക്കെയാണ്, ഐഡിയാസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ക്യാമ്പയിൻസ് സഹായകമായി. ആൻഡ് ഹാഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഇന്ത്യൻ പീപ്പിൾ. അത് മാത്രമല്ല, ഇത് ഇന്ത്യക്കാരായ ജനങ്ങളിൽ ഭയങ്കര വലിയ സ്വാധീനം ചെലുത്തി, അല്ലെ. ഇൻഫ്ലുവൻസ്, ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ വലിയ സ്വാധീനം ചെലുത്തി. മനസ്സിലായല്ലോ. ഇനി നോക്കിയോളൂ. ത്രൂ ദിസ് ദ കോമൺ പീപ്പിൾ, വിമൻ ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ ബിക്കം പാർട്ടിസിപ്പൻസ് ഇൻ എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇതിലൂടെ, അല്ലെങ്കിൽ ഈ സ്വദേശി മൂവ്മെന്റിലൂടെ ദ കോമൺ പീപ്പിൾ എന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾ, വിമൻ സ്ത്രീകൾ, ആൻഡ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ, എവിടെ? ഇന്ത്യയിലുള്ള ഇവരൊക്കെ എന്ത് ചെയ്തു? ബിക്കം പാർട്ടിസിപ്പൻസ് ഓഫ് ദിസ് മൂവ്മെന്റ്. ഈ മൂവ്മെന്റിന്റെ പാർട്ടിസിപ്പൻസ് ആയി, അല്ലെങ്കിൽ ഈ മൂവ്മെന്റിൽ പങ്കെടുക്കാൻ ഈ മൂവ്മെന്റിലെ പങ്കാളികളായി, ഈ സ്വദേശി മൂവ്മെന്റിലെ പങ്കാളികളായി ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്. The influence of this movement was felt in the field of culture, education, economy and politics. ഈ മൂവ്മെന്റിന്റെ, അല്ലെങ്കിൽ ഈ ഒരു സ്വദേശി മൂവ്മെന്റിന്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം, വാസ് ഫെൽറ്റ്, എന്താണ്? ഫീൽ ചെയ്തു, അല്ലെ. സ്വാധീനം ഏതൊക്കെ മേഖലകളിലാണ് ഫീൽ ചെയ്തത്? ദ ഫീൽഡ്സ് ഓഫ് കൾച്ചറിൽ സംസ്കാരം, പിന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, എക്കണോമി സാമ്പത്തികം, ആൻഡ് പൊളിറ്റിക്സ് രാഷ്ട്രീയം, ഈ പറയുന്ന മേഖലകളിലൊക്കെ ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്വാധീനം അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ഫീൽ ചെയ്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദ സ്വദേശി മൂവ്മെന്റ് വാസ് ഏബിൾ ടു സ്പ്രെഡ് ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് അറ്റ് ദ നാഷണൽ ലെവൽ ആൻഡ് കോൺട്രിബ്യൂട്ട് ദ സ്വദേശി ആസ് എ ന്യൂ വേ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. സ്വദേശി മൂവ്മെന്റ് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഏബിൾ ടു സ്പ്രെഡ് ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് അറ്റ് ദ നാഷണൽ ലെവൽ. ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിന്റെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ നാഷണൽ ലെവലിൽ, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ സ്പ്രെഡ് ചെയ്യാൻ ഈ സ്വദേശി മൂവ്മെന്റിന് കഴിഞ്ഞു. പിന്നെന്താണ്? ആൻഡ് കോൺട്രിബ്യൂട്ട് സംഭാവന ചെയ്യാൻ. എന്ത് സംഭാവന ചെയ്യാൻ? ദ സ്വദേശി എന്ന് പറയുന്ന ആ ഒരു ന്യൂ വേ ഓഫ് ഫ്രീഡം സ്ട്രഗിൾസ്, പുതിയ സമരമാർഗം, സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യുവാനും സ്വദേശി മൂവ്മെന്റിന് കഴിഞ്ഞു. പുതിയൊരു സമരമാർഗമായിട്ട് സ്വദേശിയെ അവതരിപ്പിക്കാനും ഈ സ്വദേശി മൂവ്മെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ദ സ്വദേശി മൂവ്മെന്റ് ബ്രോട്ട് ദ നാഷണൽ സ്ട്രഗിൾ ക്ലോസർ ടു ദ കോമൺ പീപ്പിൾ. മാത്രമല്ല, ഈ സ്വദേശി മൂവ്മെന്റ് നാഷണൽ സ്ട്രഗിളിനെ, അല്ലെ, ദേശീയ സമരത്തെ ക്ലോസർ ടു ദ കോമൺ പീപ്പിളിലെ, അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനും സാധിച്ചു. നെക്സ്റ്റ് ഇതാ ഇവിടെ, പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ ദ ടോപ്പിക് ദ ഇൻഫ്ലുവൻസ് ഓഫ് സ്വദേശി മൂവ്മെന്റ് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഈ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ഈ സ്വദേശി മൂവ്മെന്റിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, ആ ഒരു വിഷയത്തെക്കുറിച്ച് സെമിനാർ പേപ്പർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചെലുത്തിയ സ്വാധീനം എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാർ പ്രബന്ധം തയ്യാറാക്കുക. അപ്പോൾ ഒരു സെമിനാർ റിപ്പോർട്ടാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെഡിങ് നിങ്ങൾ ആ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുക്കുക, അതിന് ശേഷം ഇതായത് എഴുതുക. ദ സ്വദേശി മൂവ്മെന്റ് ഈസ് എ മൂവ്മെന്റ് ദാറ്റ് എമർജ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ പാർട്ടീഷൻ, അല്ലെങ്കിൽ ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്, മൂവ്മെന്റ് ആണ് എന്ന് പറയുന്നത്. ഉയർന്നു വന്ന, അല്ലെ, എമർജ്ഡ് എന്ന് വെച്ചാൽ ഉയർന്നു വന്ന ഒരു മൂവ്മെന്റ് ആണ് ഏത്? സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വാസ് എനർജൈസ്ഡ് ബൈ ദ സ്വദേശി മൂവ്മെന്റ്. സ്വദേശി മൂവ്മെന്റിനാലാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എനർജൈസ് ആയത്, അല്ലെങ്കിൽ ഒരു കുതിച്ചു ചാട്ടം ഉണ്ടായത്, അല്ലെ, കുറച്ചുകൂടെ ശക്തിപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. The main mode of struggle of this movement was the use of Indian goods and the boycott of British goods. ഈ ഒരു സ്ട്രഗിളിന്റെ, അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തിന്റെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് എന്തായിരുന്നു?
ദ യൂസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ഉപയോഗിക്കുക ആൻഡ് ദ ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ്, ബ്രിട്ടീഷ് വസ്തുക്കൾ അല്ലെ, ബ്രിട്ടീഷ് ഗുഡ്സിനെ ബോയ്ക്കോട്ട് ചെയ്യുക അല്ലെങ്കിൽ ബഹിഷ്കരിക്കുക, ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ഈ ഒരു സ്വദേശി മൂവ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട മെയിൻ മോഡ് ഓഫ് സ്ട്രഗിൾ, ഒരു പ്രധാന സമര രീതി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ദ മെയിൻ കൺസെപ്റ്റ് വാസ് ദ സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ എന്താണ്? സ്വാശ്രയം അല്ലെ, നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക, അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സ്വാശ്രയം എന്നതായിരുന്നു ഈ സ്വദേശി മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ദ ഐഡിയാസ് ഓഫ് ദി സ്വദേശി മൂവ്മെന്റ് ഹാഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഈ സ്വദേശി മൂവ്മെന്റിന്റെ ആശയങ്ങൾക്ക് വളരെയധികം വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. ത്രൂ ദിസ്, ഇതിലൂടെ ദ കോമൺ പീപ്പിൾ, വിമൻ ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ ബിക്കം പാർട്ടിസിപ്പൻസ് ഇൻ എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇതിലൂടെ, അതായത് ഈ സ്വദേശി മൂവ്മെന്റിലൂടെ കോമൺ പീപ്പിൾ, സാധാരണക്കാരായ ജനങ്ങൾ, വിമൻ സ്ത്രീകൾ ആൻഡ് ദ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ ഓഫ് ഇന്ത്യയിലെ കോമൺ പീപ്പിൾ, വിമൻ, പിന്നെ സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്തു? ബിക്കൈം പാർട്ടിസിപ്പൻസ് ഇൻ എ പൊളിറ്റിക്കൽ മൂവ്മെന്റ്. ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സമരത്തിൽ എന്തായി? പാർട്ടിസിപ്പൻസ് ആയി, പങ്കാളികളായി. ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്. അല്ലെങ്കിൽ ഈ കോമൺ പീപ്പിളും അതുപോലെ വിമനും ഈ സ്റ്റുഡൻസൊന്നും നമ്മുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വരാതെ ഇരുന്നതായിരുന്നു. പക്ഷേ ഈ സ്വദേശി മൂവ്മെന്റിന്റെ ആവിർഭാവത്തോടു കൂടി, അല്ലെങ്കിൽ സ്വദേശി മൂവ്മെന്റ് വന്നതോടുകൂടി ഈ പറയുന്ന കോമൺ പീപ്പിൾ, വിമൻ, സ്റ്റുഡൻസും ഒക്കെ ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമിൽ പൊളിറ്റിക്കൽ മൂവ്മെന്റിൽ പങ്കാളികളായി. അടുത്ത പോയിന്റ്, ദ സ്വദേശി മൂവ്മെന്റ് വാസ് ഏബിൾ ടു സ്പ്രെഡ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ടു ദ നാഷണൽ ലെവൽ. ഈ സ്വദേശി മൂവ്മെന്റ് സ്പ്രെഡ് ചെയ്തു എന്ന് വെച്ചാൽ വ്യാപിപ്പിച്ചു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിനെ നാഷണൽ ലെവലിലോട്ട്, ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ആൻഡ് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് കോൺട്രിബ്യൂട്ട് എ ന്യൂ മെത്തേഡ് ഓഫ് സ്ട്രഗിൾ കോൾഡ് സ്വദേശി ടു ദ ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം സ്ട്രഗിളിന് പുതിയൊരു മെത്തേഡ് ഓഫ് സ്ട്രഗിൾ, പുതിയൊരു സമര രീതി കോൺട്രിബ്യൂട്ട് ചെയ്തു, സംഭാവന ചെയ്തു. അതിന്റെ പേരാണ് സ്വദേശി. അപ്പൊ ഫ്രീഡം സ്ട്രഗിളിന് സ്വദേശി എന്ന് പറയുന്ന ആ ഒരു സമര രീതി സംഭാവന ചെയ്തത് ആരായിരുന്നു? സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനമായിരുന്നു. Moreover, മാത്രമല്ല, the സ്വദേശി മൂവ്മെന്റ് brought the national struggle closer to the common people. മാത്രമല്ല, ഈ സ്വദേശി മൂവ്മെന്റ് നാഷണൽ സ്ട്രഗിൾ, ദേശീയ സമരത്തെ സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അല്ലെങ്കിൽ നാഷണൽ സ്ട്രഗിളിനെ സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചു. മനസ്സിലായോ? ഒത്തിരിയാണ് ആ സ്വദേശി മൂവ്മെന്റിനെ കുറിച്ച് ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മലയാളം മീഡിയംകാർക്കുള്ള നോക്കാം. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ വരവോടുകൂടിയാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. സ്വാശ്രയം എന്നതായിരുന്നു പ്രധാന ആശയം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തി. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന ഒരു പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. മാത്രമല്ല, സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. നോക്കുള്ളൂ, സ്വദേശി സമിതീസ് ലെഫ്റ്റ് സൈഡിൽ ഒരു ബോക്സിൽ കിടപ്പുണ്ട്. ആരുടെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്? അശ്വിനി കുമാർ ദത്തിന്റെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? സ്വദേശി സമിതീസ് വെയർ വോളണ്ടറി ഓർഗനൈസേഷൻസ് ദാറ്റ് വർക്ക്ഡ് ടു സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് ദി സ്വദേശി മൂവ്മെന്റ് ആൻഡ് ഓർഗനൈസ് ദ പീപ്പിൾ. അതായത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഈ സന്ദേശമൊക്കെ പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനകളാണ് സ്വദേശി സമിതീസ് എന്നറിയപ്പെടുന്നത്. The Swadeshi Bandhab Samiti formed by Ashwini Kumar Dutt is important here. ഇവിടെ ഈ അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച ഒരു സംഘടനയുടെ പേരാണ് സ്വദേശി ബാന്ധബ് സമിതി. എന്താണ് സ്വദേശി ബാന്ധബ് സമിതി? ഈ സ്വദേശി സമിതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു ഈ സ്വദേശി ബാന്ധബ് സമിതി എന്നുള്ളത്. ആരാണ് സ്ഥാപിച്ചത്? അശ്വിനി കുമാർ ദത്ത്. ഇനി ആ സംഘടനയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, ഈ സ്വദേശി ബാന്ധബ് സമിതിയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഒന്നാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രൊവൈഡ് ഫിസിക്കൽ ട്രെയിനിങ് ടു വോളണ്ടിയേഴ്സ്. വോളണ്ടിയേഴ്സിന് ഫിസിക്കൽ ട്രെയിനിങ് നൽകുക. ഫിസിക്കൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ കായിക പരിശീലനം അല്ലെ, അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ഹെൽപ്പ് ദോസ് ഹൂ സഫർ ഫ്രം എപ്പിഡമിക്സ് ആൻഡ് അതർ എയിൽമെന്റ്സ്. അതായത്
ഈ എപ്പിഡമിക്സ് എന്ന് വെച്ചാൽ പകർച്ചവ്യാധികളും ആൻഡ് അതർ എയിൽമെന്റ്സ് എന്ന് വെച്ചാൽ മറ്റുള്ള രോഗങ്ങളും മൂലം സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. ദെൻ എസ്റ്റാബ്ലിഷ് സ്വദേശി വിദ്യാലയാസ്, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഇതൊക്കെയായിരുന്നു മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ അശ്വിനി കുമാർ ദത്തിന്റെ സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്, അതായത് മിതവാദികളും തീവ്ര ദേശീയവാദികളും. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീവ്ര ദേശീയവാദികൾ, മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ മിതവാദികൾ. There were differences of opinion among the leaders regarding the working methods of the Indian National Congress. Indian National Congress അല്ലെങ്കിൽ INCയുടെ വർക്കിംഗ് മെത്തേഡ്, അതായത് പ്രവർത്തന രീതികളെ സംബന്ധിച്ച് ഈ നേതാക്കന്മാർക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു. The early leadership was not ready for an open struggle against the British. ആദ്യകാല നേതാക്കന്മാർ, ഏർലി ലീഡർഷിപ്പ്, അവർ തയ്യാറായിരുന്നില്ല. വാസ് നോട്ട് റെഡി, അവർ തയ്യാറായിരുന്നില്ല. എന്തിന്? ഫോർ ആൻ ഓപ്പൺ സ്ട്രഗിൾ, ഒരു ഓപ്പൺ സ്ട്രഗിളിന്, അല്ലെ, പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമരത്തിന് അവർ തയ്യാറായിരുന്നില്ല. എഗൈൻസ്റ്റ് ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഓപ്പൺ സ്ട്രഗിളിന് അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് സമരം നടത്താൻ ഈ പറയുന്ന ആദ്യകാല നേതാക്കന്മാർ തയ്യാറായിരുന്നില്ല. ദേ വെയർ നോൺ ആസ് മോഡറേറ്റ്സ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്നറിയപ്പെട്ടത്? മോഡറേറ്റ്സ് എന്ന് അറിയപ്പെട്ടത്. ദേ വെയർ നോൺ ആസ് മോഡറേറ്റ്സ്. അങ്ങനെയുള്ള ആൾക്കാരാണ് മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ചീഫ് എമംഗ് ദം വെയർ, അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയായിരുന്നു? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് ദാദാഭായ് നവറോജി. അതിൽ പ്രധാനപ്പെട്ട, അതായത് മോഡറേറ്റ്സിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? മോഡറേറ്റ്സിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു ഫിറോസ് ഷാ മേത്ത, പിന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഇവർ മൂന്നുപേരുമായിരുന്നു പ്രധാനപ്പെട്ട മോഡറേറ്റ്സിലുണ്ടായിരുന്ന ലീഡേഴ്സ് എന്ന് പറയുന്നത്. They propagated their ideas through peaceful and bloodless struggles, meetings, speeches and resolutions. They propagated their ideas. അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ത്രൂ പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ് സ്ട്രഗിൾസ്. പീസ്ഫുൾ, സമാധാനപരമായിട്ടുള്ളതും, ബ്ലഡ്ലെസ്, രക്തരഹിതമായിട്ടുള്ള സ്ട്രഗിൾ, സമരത്തിലൂടെയും, മീറ്റിംഗ്സ്, യോഗങ്ങളിലൂടെയും, സ്പീച്ചസ്, പ്രസംഗങ്ങളിലൂടെയും, ആൻഡ് റെസല്യൂഷൻസ്, പ്രമേയങ്ങളിലൂടെയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന മോഡറേറ്റ്സ് അവരുടെ ആശയങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്തിച്ചതും പിന്നെ ഈ പറയുന്ന ബ്രിട്ടീഷുകാരിലേക്കൊക്കെ എത്തിച്ചത് ഏതിലൊക്കെ കൂടിയായിരുന്നു? പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ് സ്ട്രഗിൾസ്, മീറ്റിംഗ്സ്, സ്പീച്ചസ് ആൻഡ് റെസല്യൂഷൻ, ഇതിലൂടെയൊക്കെ ആയിരുന്നു. അടുത്തത് അനദർ ഗ്രൂപ്പ് ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ മോഡറേറ്റ്സ് ബിക്കം സ്ട്രോങ് ഇൻ ദ കോൺഗ്രസ്. എന്നാൽ ഈ കോൺഗ്രസ്സിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഈ മോഡറേറ്റ്സിന്റെ ആശയങ്ങളോട് എന്തായിരുന്നു? അവർക്ക് വളരെയധികം എതിർപ്പായിരുന്നു അല്ലെങ്കിൽ അതൃപ്തിയായിരുന്നു. മോഡറേറ്റ്സിന്റെ ആശയങ്ങളോട് അതൃപ്തി ഉണ്ടായിരുന്ന, ഡിസ്സാറ്റിസ്ഫൈഡ് ഉണ്ടായിരുന്ന അനദർ ഗ്രൂപ്പ്, മറ്റൊരു ഗ്രൂപ്പ് INCയിൽ ശക്തരായി, ബിക്കെയിം സ്ട്രോങ്, അല്ലെ, ശക്തരായി, കോൺഗ്രസിൽ ശക്തരായി. ദേ വെയർ നോൺ ആസ് എക്സ്ട്രീമിസ്റ്റ്. അവരെയാണ് എന്തെന്നറിയപ്പെടുന്നത്? എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടത്. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ് വേർ പ്രോമിനന്റ് എമംഗ് ദം. ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയായിരുന്നു? അതായത് എക്സ്ട്രീമിസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ടുണ്ടായിരുന്നത് 3 പേരായിരുന്നു. അതാണ് ബാലഗംഗാധര തിലക്, പിന്നെ ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ്. ഇവര് ലാൽ ബാൽ പാൽ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, പാൽ ബിപിൻ ചന്ദ്രപാൽ, അങ്ങനെ ലാൽ ബാൽ പാൽ എന്നാണ് ഇവരറിയപ്പെട്ടത്. ആര്? ഈ എക്സ്ട്രീമിസ്റ്റ് എന്നറിയപ്പെടുന്ന ആൾക്കാർ. Their mode of action was quite different from those of the moderates. മോഡറേറ്റ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന രീതി, മോഡ് ഓഫ് ആക്ഷൻ ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ആർക്ക്? ഈ എക്സ്ട്രീമിസ്റ്റിന് ഉണ്ടായിരുന്നത്. They adopted revolutionary methods of action like Swadeshi and boycott to argue that freedom could be achieved only through strong open struggle. ദേ അഡോപ്റ്റഡ്, അവർ സ്വീകരിച്ചിരുന്നത് ഒരു റവല്യൂഷണറി മെത്തേഡ് ഓഫ് ആക്ഷൻ, വിപ്ലവകരമായിട്ടുള്ള ഒരു സമര രീതിയായിരുന്നു. വിപ്ലവകരമായിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തന രീതിയായിരുന്നു ഇവർ സ്വീകരിച്ചിരുന്നത്. ആര്? ഈ എക്സ്ട്രീമിസ്റ്റുകാർ സ്വീകരിച്ചിരുന്നത്, അഡോപ്റ്റ് ചെയ്തിരുന്നത്. ലൈക്ക് അതിൻ്റെ എക്സാമ്പിളാണ് ഏതാണ്? സ്വദേശി, പിന്നെ ബോയ്ക്കോട്ട്, അങ്ങനെയൊക്കെയുള്ള, ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ബഹിഷ്കരണം, സ്വദേശി നമ്മൾ പറഞ്ഞല്ലോ, സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമര രീതി അല്ലേ ആയിരുന്നു, പ്രവർത്തന രീതിയായിരുന്നു ഈ എക്സ്ട്രീമിസ്റ്റ് അഡോപ്റ്റ് ചെയ്തിരുന്നത്.
എന്നിട്ട് അവരെന്താ അവർ ആർഗ്യൂ ചെയ്തു അല്ലെങ്കിൽ വാദിച്ചു. എന്താണ് അവർ വാദിച്ചത്? ദാറ്റ് ഫ്രീഡം കുഡ് ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ സ്ട്രോങ് ഓപ്പൺ സ്ട്രഗിൾ. സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പൺ സ്ട്രഗിളിലൂടെ അല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ നമുക്ക് ഫ്രീഡം അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ, സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. ആരാണ്? എക്സ്ട്രീമിസ്റ്റ്. എന്നാൽ മോഡറേറ്റ്സ് എന്താണ്? ഓപ്പൺ സ്ട്രഗിൾ വേണ്ട, അല്ലാതെ ബ്ലഡ്ലെസ് ആയിട്ടുള്ളതും പീസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാം എന്ന് വാദിച്ച ആൾക്കാരായിരുന്നു മോഡറേറ്റ്സ്. എന്നാൽ എക്സ്ട്രീമിസ്റ്റ് അങ്ങനെയല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പൺ സ്ട്രഗിളിലൂടെ മാത്രമേ ഫ്രീഡം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വാദിച്ചു. ഇനി താഴെ അവിടെ മഞ്ഞ ബോക്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? കമ്പയർ ദ വർക്കിംഗ് മെത്തേഡ്സ് ഓഫ് ദി മോഡറേറ്റ്സ് വിത്ത് ദാറ്റ് ഓഫ് ദി എക്സ്ട്രീമിസ്റ്റ് ഇൻ ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. എന്നിട്ട് ഒരു നോട്ട് തയ്യാറാക്കുക. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും പ്രവർത്തന രീതികൾ താരതമ്യം ചെയ്ത് ഒരു നോട്ട് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നോക്കിയോളൂ. ദ മോഡറേറ്റ്സ് വെയർ നോട്ട് റെഡി ഫോർ ആൻ ഓപ്പൺ സ്ട്രഗിൾ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഓപ്പൺ സ്ട്രഗിൾ അല്ലെ, തുറന്ന സമരത്തിന് മോഡറേറ്റ്സ് തയ്യാറായിരുന്നില്ല അല്ലേ. ആ മോഡറേറ്റ്സ് ഓപ്പൺ സ്ട്രഗിൾ എന്ന് വെച്ചാൽ പ്രത്യക്ഷ സമരം അല്ലെ, ആ പ്രത്യക്ഷ സമരത്തിന് അല്ലെ, പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമരത്തിന് തയ്യാറായിരുന്നില്ല. ദേ സ്പ്രെഡ് ദെയർ ഐഡിയാസ് ത്രൂ പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ് സ്ട്രഗിൾസ്, മീറ്റിംഗ്സ്, സ്പീച്ചസ് ആൻഡ് റെസൊല്യൂഷൻസ്. ഇവർ അല്ലെങ്കിൽ ഈ പറയുന്ന മോഡറേറ്റ്സ് സ്പ്രെഡ് ദെയർ ഐഡിയാസ്, അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്തത് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വ്യാപിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ത്രൂ പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ് സ്ട്രഗിൾസ്. പീസ്ഫുൾ സമാധാനപരമായിട്ടുള്ളതും, ബ്ലഡ്ലെസ് രക്തരഹിതമായിട്ടുള്ളതും അല്ലെ, രക്തമില്ലാത്തതായിട്ടുള്ളതും. അപ്പോൾ രക്തരഹിതമായിട്ടുള്ളതും ആയിട്ടുള്ള സ്ട്രഗിൾസ്, പോരാട്ടങ്ങളിലൂടെയും, മീറ്റിംഗ്സ് യോഗങ്ങളിലൂടെയും, സ്പീച്ചസ് പ്രസംഗങ്ങളിലൂടെയും, ആൻഡ് റെസല്യൂഷൻസ് പ്രമേയങ്ങളിലൂടെയും ഒക്കെ ആയിരുന്നു. ഇനി അപ്പോൾ ഈ 2 പോയിന്റാണ് നമ്മൾ മോഡറേറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സ്ട്രീമിസ്റ്റിനെ കുറിച്ചാണ്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദി എക്സ്ട്രീമിസ്റ്റ് വേ ആർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് ദി മോഡറേറ്റ്സ്. മോഡറേറ്റ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസും ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളും ഒക്കെ ആയിരുന്നു ആരുടേത്? എക്സ്ട്രീമിസ്റ്റിൻ്റേത്. They adopted revolutionary methods of action like സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്. ഇവർ അഡോപ്റ്റ് ചെയ്തത്, ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റ് അഡോപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ സ്വീകരിച്ചതെന്ന് പറയുന്നത് റവല്യൂഷണറി മെത്തേഡ്സ് അല്ലെ, വിപ്ലവകരമായിട്ടുള്ള ഒരു രീതിയായിരുന്നു. വിപ്ലവകരമായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ആക്ഷൻ, പ്രവർത്തന രീതിയായിരുന്നു ഇവർ സ്വീകരിച്ചിരുന്നത്, എക്സ്ട്രീമിസ്റ്റ് സ്വീകരിച്ചിരുന്നത്. എങ്ങനെയുള്ള വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തന രീതികൾ? സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്. സ്വദേശി എന്നും ബോയ്ക്കോട്ട് എന്നും ഒക്കെ പേരിലുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയായിരുന്നു എക്സ്ട്രീമിസ്റ്റിൻ്റേത്. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുക? ദേ ആർഗ്യൂഡ് ദാറ്റ്. ദേ എന്ന് വെച്ചാൽ ഈ എക്സ്ട്രീമിസ്റ്റ് ആർഗ്യൂ ചെയ്തു അല്ലെങ്കിൽ വാദിച്ചു. എന്താണ്? ദാറ്റ് ഫ്രീഡം കുഡ് ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ എ സ്ട്രോങ് ഓപ്പൺ സ്ട്രഗിൾ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെ, ശക്തമായിട്ടുള്ള ഓപ്പൺ സ്ട്രഗിൾ അല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ ഫ്രീഡം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം അല്ലെ, സ്വാതന്ത്ര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ, നേടാൻ കഴിയുകയുള്ളൂ എന്ന് വാദിച്ചു. ആര്? ഈ എക്സ്ട്രീമിസ്റ്റ്. ഇതാണ് ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റിൻ്റെയും പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി മലയാളം മീഡിയംകാർക്കുള്ളത് നോക്കാം. മിതവാദികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് തയ്യാറായിരുന്നില്ല. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികളുടെ പ്രവർത്തന രീതികളിൽ നിന്നും വിഭിന്നമായിരുന്നു തീവ്ര ദേശീയവാദികളുടെ പ്രവർത്തന രീതികൾ. സ്വദേശി, ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികളായിരുന്നു തീവ്ര ദേശീയവാദികളുടേത്. ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് ഇവർ വാദിച്ചു. ഇവർ എന്ന് പറഞ്ഞാൽ ഈ തീവ്ര ദേശീയവാദികൾ. ഓക്കെ ആണല്ലോ. ഒന്ന് ചോദിച്ചോട്ടെ, ഈ എക്സ്ട്രീമിസ്റ്റിൽ വരുന്ന ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു ലാൽ, ബാൽ, പാൽ. ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, പാൽ ബിപിൻ ചന്ദ്രപാൽ. ഇനി മോഡറേറ്റ്സിൽ വരുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാബായ് നവറോജി. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കിയുള്ളൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോഡറേറ്റ്സ് ആൻഡ് ദ എക്സ്ട്രീമിറ്റ്സ് ബിക്കെയിം അക്യൂട്ട് അറ്റ് ദ സൂററ്റ് കോൺഗ്രസ് കോൺഫറൻസ് ഇൻ 1907. അതായത് ഈ ഓരോ വർഷവും INCയുടെ ഓരോ സമ്മേളനങ്ങൾ നടക്കും എന്ന് നമ്മൾ
കഴിഞ്ഞ ക്ലാസ്സിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓരോ വർഷം ഓരോരോ സമ്മേളനങ്ങൾ നടക്കും. അപ്പോൾ സൂറത്തിൽ വച്ചിട്ട് 1907 ഗുജറാത്തിലെ സൂറത്തിൽ വച്ചിട്ട് INCയുടെ ഒരു സമ്മേളനം നടന്നു. ആ ഒരു സമ്മേളനത്തിൽ ഈ പറയുന്ന മോഡറേറ്റ്സിൻ്റെയും എക്സ്ട്രീമിസ്റ്റിൻ്റെയും അഭിപ്രായ ഭിന്നതകൾ അല്ലേ ഭയങ്കരമായിട്ട് അക്യൂട്ടായി എന്ന് വെച്ചാൽ ഭയങ്കര തീവ്രമായി രൂക്ഷമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈവൻ ബിക്കം ഇമ്പോസിബിൾ ടു കണ്ടിന്യൂ ദ കോൺഫറൻസ്. ഈ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക എന്നതുപോലും എന്തായി ഇമ്പോസിബിളായി അസാധ്യമായി. ദീസ് ഡെവലപ്മെൻറ്റ്സ് ലെഡ് ടു സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ്. ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഏതിലോട്ട് നയിച്ചു? ലെഡ് ടു സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ പിളർപ്പിലേക്ക് നയിച്ചു. ദ ബ്രിട്ടീഷ് ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് വെരി സ്കിൽഫുള്ളി. കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്പ്ലിറ്റിനെ ബ്രിട്ടീഷുകാർ വളരെ സ്കിൽഫുള്ളായിട്ട് അല്ലെങ്കിൽ സമർത്ഥമായിട്ട് മുതലെടുത്തു. അവരെന്താ ചെയ്തത്? ദിസ് അലൗഡ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെൻറ്റ് ദെയർ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ മോർ എഫക്റ്റീവ്ലി. ഇതിലൂടെ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന അവരുടെ പോളിസി അല്ലെ അവരുടെ ആ ഒരു നയം വളരെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഈ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും തമ്മിലുള്ള ഈ ഒരു പരസ്പരമുള്ള അഭിപ്രായ ഭിന്നത ബ്രിട്ടീഷുകാർ നന്നായി മുതലെടുത്തു. അവർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ആ ഒരു പോളിസി വളരെ സമർത്ഥമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കി. ദ ബ്രിട്ടീഷ് ടുക്ക് സ്ട്രിക്റ്റ് ആക്ഷൻ എഗൈൻസ്റ്റ് ദ എക്സ്ട്രീമിസ്റ്റിനെതിരെ അല്ലെങ്കിൽ തീവ്ര ദേശീയവാദികൾക്കെതിരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തു. ഈ ബ്രിട്ടീഷുകാർ വളരെ കർശനമായിട്ടുള്ള നടപടികൾ ബ്രിട്ടീഷുകാർ എടുത്തു. ദ ലീഡേഴ്സ് വെയർ അറസ്റ്റഡ് ആൻഡ് ജയിൽഡ്. ലീഡേഴ്സിൻ്റെ അതായത് ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റിലെ ലീഡേഴ്സിനെയൊക്കെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. മെനി ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് ബാലഗംഗാധര തിലക് വെയർ എക്സൈൽഡ് ആൻഡ് മെനി ലീഡേഴ്സ് ക്വിറ്റ് പൊളിറ്റിക്സ്. ഈ ബാലഗംഗാധര തിലക് ഉൾപ്പെടെയുള്ള പല ആൾക്കാരെ അവർ എക്സൈൽഡ് എന്ന് വെച്ചാൽ നാട് കടത്തി. അതുപോലെ തന്നെ പല ലീഡേഴ്സും പൊളിറ്റിക്സ് ഉപേക്ഷിച്ചു അല്ലേ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ആ ഒരു ലെവലിലേക്ക് എത്തി. The British implemented some administrative reforms to mitigate popular anger and influence moderates in Congress. അതായത് ഈ ആൾക്കാരുടെ ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസ്സിലെ ഈ മിതവാദികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്വാധീനിക്കുന്നതിനും വേണ്ടിയിട്ട് ചില അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് അതായത് ഭരണപരിഷ്കാരങ്ങൾ ഈ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. മിറ്റിഗേറ്റ് പോപ്പുലർ ആങ്കർ എന്ന് വെച്ചാൽ ജനരോഷം മിറ്റിഗേറ്റ് ചെയ്യാൻ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ഇൻഫ്ലുവൻസ് മോഡറേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടും കോൺഗ്രസ്സിലെ മോഡറേറ്റ്സിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടും ബ്രിട്ടീഷുകാർ ഇംപ്ലിമെൻറ്റ് ചെയ്തു സം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ചില ഭരണപരിഷ്കാരങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന് വെച്ചാൽ ഭരണപരിഷ്കാരങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ എന്ത് ചെയ്തു? ഇംപ്ലിമെൻറ്റ് ചെയ്തു. ദ മിൻഡോ മോർലി റിഫോംസ് ഓഫ് 1909 വെർ ഓഫ് ദിസ് ടൈപ്പ്. അങ്ങനെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം അല്ലെങ്കിൽ ഭരണപരിഷ്കാരമായിരുന്നു മിൻഡോ മോർലി റിഫോംസ്. മിൻഡോ മോർലി ഭരണപരിഷ്കാരം. അതിൻ്റെ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് 1909 1909 മിൻഡോ മോർലി റിഫോംസ് വന്നത്. The main provisions of this reform were the provision of separate constituencies for Muslims and expansion of the functions and powers of the legislatures. അതായത് ഈ മിൻഡോ മോർലി റിഫോംസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ മുസ്ലിംസിന് സെപ്പറേറ്റ് പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസീസ് നിയോജക മണ്ഡലം എന്ന് പറയും. അപ്പോൾ സെപ്പറേറ്റ് നിയോജക മണ്ഡലം ആർക്ക്? ഫോർ മുസ്ലിംസിന് മാത്രമായിട്ട് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് അവർ കൊടുത്തു. പിന്നെ എന്തൊക്കെയാണ് കൊടുത്തത്? ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളുടെ ഫങ്ഷൻസും അവരുടെ പ്രവർത്തനവും പവറും അവരുടെ അധികാരങ്ങളും എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു, വിപുലപ്പെടുത്തി. അവർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. നിയമനിർമ്മാണ സഭകൾക്ക് അല്ലെങ്കിൽ ലെജിസ്ലേച്ചേഴ്സിന് കൂടുതൽ അധികാരങ്ങൾ നൽകി. ഇങ്ങനെ രണ്ട് കാര്യങ്ങളായിരുന്നു മിൻഡോ മോർലി റിഫോംസിലൂടെ ബ്രിട്ടീഷുകാർ നൽകിയത്. അപ്പോൾ മിൻഡോ മോർലി റിഫോംസിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ പറയണം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ മുസ്ലിംസിൻ്റെ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ. രണ്ടാമത്തത് എക്സ്പാൻഷൻ ഓഫ് ദി ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി ലെജിസ്ലേച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളുടെ ഫങ്ഷൻസും പവറും എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് പോവാം. ഇത് ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. A Muslim delegation led by
Aga Khan met Lord Minto at Simla and put forward some demands. അതായത് ഈ ആഗാഖാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം ഡെലിഗേഷൻ എന്ന് വെച്ചാൽ മുസ്ലിം പ്രതിനിധി സംഘം മുസ്ലിം ഡെലിഗേഷൻ മെറ്റ് ലോർഡ് മിൻറ്റോയെ അല്ലേ, മിൻറ്റോ എന്ന് പറയുന്ന ആ ഒരു പ്രഭുവിനെ സിംലയിൽ വച്ച് കണ്ടു. എന്നിട്ട് കുറച്ച് ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വച്ചു. അവർ ഡിമാൻഡ് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളതാണ്. സ്പെഷ്യൽ റെപ്രസെൻറ്റേഷൻ ഫോർ ദെയർ കമ്മ്യൂണിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ മുസ്ലിംസ്. അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് സ്പെഷ്യൽ റെപ്രസെൻറ്റേഷൻ ഫോർ ദെയർ കമ്മ്യൂണിറ്റി. അവരുടെ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം എന്ന് പറയുന്ന അവരുടെ ആ ഒരു സമുദായത്തിന് എന്ത് വേണമെന്ന് പറഞ്ഞു? പ്രത്യേക പ്രാതിനിധ്യം. അതാണ് സ്പെഷ്യൽ റെപ്രസെൻറ്റേഷൻ. പ്രത്യേക പ്രാതിനിധ്യം നൽകണം, അത് ആവശ്യപ്പെട്ടു. അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലെവൽസിലും, സർക്കാരിൻ്റെ എല്ലാ ലെവൽസിലും ഈ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു പ്രാതിനിധ്യം നൽകണം, സ്പെഷ്യൽ റെപ്രസെൻറ്റേഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെന്താണ് അവർ ആവശ്യപ്പെട്ടത്? സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ മുസ്ലിംസിന് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് അല്ലേ, പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. ദ വൈസ്രോയ്സ് റെസ്പോൺസ് ടു ദീസ് ഡിമാൻഡ്സ് വാസ് ക്വൈറ്റ് ഫേവറബിൾ. വൈസ്രോയുടെ ഈ പറയുന്ന ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഫേവറബിൾ ആയിരുന്നു, അതായത് അനുകൂലമായിരുന്നു. ദിസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് സെപ്പറേറ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഫോർ ദ മുസ്ലിംസ്. ഇത് മുസ്ലിങ്ങൾക്കായിട്ടൊരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഫോർമേഷനിലേക്ക് നയിച്ചു. ആൻഡ് ഇൻ 1906 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫൗണ്ടഡ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായി. അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫൗണ്ട് ചെയ്തത് എന്നായിരുന്നു? 1906 അല്ലെ, 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് നിലവിൽ വന്നത്. മനസ്സിലായോ? അടുത്തത് ലാൽ ബാൽ പാൽ. Lala Lajpat Rai, Bala Gangadhar Tilak and Bipin Chandra Pal were extremist leaders who emphasized the need to end British rule by giving more strength to the Swadeshi movement. അതായത് സ്വദേശി മൂവ്മെൻറ്റിന് കൂടുതൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ കരുത്ത് നൽകിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങൾ അതായത് ഊന്നിപ്പറഞ്ഞുകൊണ്ട് എംഫസൈസ് ചെയ്യുന്ന തീവ്ര ദേശീയവാദികളായിട്ടുള്ള ലീഡേഴ്സായിരുന്നു ആരൊക്കെ? ലാലാ ലജ്പത് റായിയും ബാലഗംഗാധര തിലകും ബിപിൻ ചന്ദ്രപാൽ. ദീസ് ലീഡേഴ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ലാൽ ബാൽ പാൽ. ഈ ലീഡേഴ്സിനെ നമ്മൾ കളക്റ്റീവ്ലി മൊത്തത്തിൽ എന്താ പറയുന്നത്, എന്താണ് ഇവർ അറിയപ്പെടുന്നത്? ലാൽ ബാൽ പാൽ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഇനി ഇതവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. The partition of Bengal and the Minto-Morley reforms are examples of the British policy of divide and rule. ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഒരു പോളിസിക്ക് ഉദാഹരണമാണ് ഈ ബംഗാൾ പാർട്ടീഷനും അതുപോലെ മിൻറ്റോ മോർലി റീഫോംസും. റെക്കോർഡ് യുവർ റെസ്പോൺസ് ടു ദി സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള ഈ ഒരു പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് രേഖപ്പെടുത്താൻ. എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ നമുക്കിവിടെ തന്നിട്ടുള്ള ഈ യെല്ലോ ബോക്സിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ പോളിസിക്ക് 2 ഉദാഹരണങ്ങളാണ് ഡാഷും. ഏതൊക്കെയാ? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരവും പിന്നെ ബംഗാൾ വിഭജനവും. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് മിൻറ്റോ മോർലി റീഫോംസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം നമുക്ക്. ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ നമുക്ക് ടെക്സ്റ്റിലില്ല, പക്ഷേ ടെക്സ്റ്റിൽ നിന്നുള്ള പോയിന്റ്സ് ഒക്കെ പറക്കി എടുത്ത് നമുക്കൊരു ആൻസർ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. നോക്കിയോളൂ. ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. ദ ഡിവിഷൻ ഓഫ് ബംഗാൾ ഇൻ 2 പാർട്സ്. ഏതൊക്കെയാണ്? ഈസ്റ്റ് ബംഗാൾ വിച്ച് വാസ് എ മുസ്ലിം മെജോറിറ്റി ഏരിയ ആൻഡ് വെസ്റ്റ് ബംഗാൾ വിച്ച് വാസ് എ ഹിന്ദു മെജോറിറ്റി ഏരിയ വാസ് ദ പാർട്ട് ഓഫ് ദി ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. ഇത് ഒരു സെൻറ്റൻസ്. അപ്പോൾ എന്താണ്? ദ ഡിവിഷൻ ഓഫ് ബംഗാൾ ഇൻ 2 പാർട്സ്. ബംഗാളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാണ്? ഈസ്റ്റ് ബംഗാൾ എന്നും വെസ്റ്റ് ബംഗാൾ എന്നും. അതിൽ ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റി ഏരിയ ആയിരുന്നു. ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഹിന്ദു മെജോറിറ്റി ഏരിയ ആയിരുന്നു. ഇതെന്ന് പറയുന്നത് വാസ് ദ പാർട്ട് ഓഫ് ദി ബ്രിട്ടീഷ് പോളിസി അല്ലെങ്കിൽ ബ്രിട്ടീഷ് നയത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഏത് ബ്രിട്ടീഷ് നയത്തിൻ്റെ? ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഏത്? ബംഗാൾ ഡിവിഷൻ അല്ലെങ്കിൽ ബംഗാൾ പാർട്ടീഷൻ. ഓക്കെ, അപ്പോൾ ബംഗാൾ പാർട്ടീഷൻ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷ് നയത്തിന് എത്രത്തോളം സഹായകമായി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് മിൻറ്റോ മോർലി.
ദ മിൻഡോ മോർലി റീഫോംസ് വാസ് എ പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷുകാർ ഇംപ്ലിമെന്റ് ചെയ്ത മറ്റൊരു പോളിസി അല്ലെങ്കിൽ മറ്റൊരു നയമായിരുന്നു മിൻഡോ മോർലി റീഫോംസ്, മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. എന്തിനാണ്? ടു ക്രിയേറ്റ് എ ഡിവിഷൻ ബിറ്റ്വീൻ ദ എക്സ്ട്രീമിസ്റ്റ് ആൻഡ് ദ മോഡറേറ്റ്സ് ബൈ ഫേവറിംഗ് ദ മോഡറേറ്റ്സ്. മോഡറേറ്റ്സിനെ ഫേവർ ചെയ്ത് അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് എക്സ്ട്രീമിസ്റ്റിൻ്റെയും മോഡറേറ്റ്സിൻ്റെയും ഇടയിൽ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഭിന്നത അല്ലെങ്കിൽ ഒരു ഭിന്നിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു പോളിസി മിൻഡോ മോർലി ഒന്നാമത്. പിന്നെ രണ്ടാമത് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് അത് എക്സ്ട്രീമിസ്റ്റിൻ്റെയും മോഡറേറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഭിന്നത കൊണ്ടുവന്നു. പിന്നെ രണ്ടാമത് അവർ ചെയ്തത് ആൻഡ് ടു ക്രിയേറ്റ് ഹിന്ദു മുസ്ലിം ഡിവിഷൻ, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഭിന്നത കൊണ്ടുവന്നു. എങ്ങനെയാണ്? ബൈ എസ്റ്റാബ്ലിഷിംഗ്, എന്ത് കൊണ്ടുവന്നതിലൂടെ? സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ ദ മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേകം നിയോജക മണ്ഡലങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട്, അല്ലെ, നിയോജക മണ്ഡലങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തതും എന്താണ്? ഈ മിൻഡോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. From this, we can understand the partition of Bengal and the Mindo Morley reforms were implemented as part of the British policy of divide and rule. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എന്ത് മനസ്സിലാക്കാൻ കഴിയും? ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ പാർട്ടീഷനും ആൻഡ് ദ മിൻഡോ മോർലി റീഫോംസും അല്ലെ, മിൻഡോ മോർലി പരിഷ്കാരങ്ങളും വേർ ഇംപ്ലിമെന്റ് ചെയ്തത് ആസ് പാർട്ട് ഓഫ് ദി ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷ് പോളിസി അല്ലെങ്കിൽ ബ്രിട്ടീഷ് നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? മലയാളം മീഡിയം നോക്കാം. ഈ പ്രസ്താവനയോട് പൂർണ്ണമായി യോജിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്ന കിഴക്കൻ ബംഗാൾ എന്നും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്ന പടിഞ്ഞാറൻ ബംഗാൾ എന്നും ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. മിതവാദികളെ അനുകൂലിച്ചുകൊണ്ട് തീവ്ര ദേശീയവാദികൾക്കിടയിലും മിതവാദികൾക്കിടയിലും ഭിന്നത ഉണ്ടാക്കാനും പിന്നെ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കുവാനും ബ്രിട്ടീഷുകാർ നടപ്പിൽ വരുത്തിയ ഒരു നയമായിരുന്നു മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ബംഗാൾ വിഭജനവും മിൻഡോ മോർലി പരിഷ്കാരവും നടപ്പിലാക്കിയത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ എഴുതണം കേട്ടോ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലോട്ട് പോകാം. ഹോം റൂൾ ലീഗ്. എന്താണ് ഹോം റൂൾ ലീഗ്? ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ 1914, 1914 ഫസ്റ്റ് ലോക മഹായുദ്ധം വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത്. പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് വെയർ റിവൈവ്ഡ്. അപ്പോൾ എന്തായി? ഈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും റിവൈവ്ഡായി, അതായത് സജീവമായി. ഇറ്റ് വാസ് ലെഡ് ബൈ ആൻ ഓർഗനൈസേഷൻ കാൾഡ് ദ ഹോം റൂൾ ലീഗ്. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘടനയായിരുന്നു. The Home Rule League helped under the leadership of Annie Besant and Balagangadhara Tilak gained popular support in the cities and villages. അതായത് ഈ ഹോം റൂൾ ലീഗിന് ഹെൽപ്ഡ് എന്ന് വെച്ചാൽ നേതൃത്വം നൽകിയത്, ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? ആനി ബസന്റും ബാലഗംഗാധര തിലകും ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും നേതൃത്വം നൽകിയ ഈ ഒരു സംഘടനയ്ക്ക് ലഭിച്ചു പോപ്പുലർ സപ്പോർട്ട് ഇൻ ദ സിറ്റീസ് ആൻഡ് വില്ലേജസ്. സിറ്റീസിലും വില്ലേജസിലും അല്ലെ, ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും വളരെ നല്ല ഒരു ജനപിന്തുണ ലഭിച്ചു. ദ എയിം ഓഫ് ദിസ് ഓർഗനൈസേഷൻ വാസ് ഹോം റൂൾ ഓർ സെൽഫ് ഗവൺമെൻറ്. ഈ ഒരു ഓർഗനൈസേഷൻ്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഹോം റൂൾ അല്ലേ, ഹോം റൂൾ അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ്, സ്വയം ഭരണം അല്ലേ, ഹോം റൂൾ അല്ലെങ്കിൽ സ്വയം ഭരണം. ഹോം റൂൾ എന്നതിൻ്റെ ഒരു മീനിങ് ആണ് സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോം റൂൾ അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ്, സ്വയം ഭരണം എന്നതായിരുന്നു ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. Annie Besant and Balagangadhara Tilak traveled across the country to promote the Home Rule League and set up many branches. ഈ ബാലഗംഗാധര തിലകും ആനി ബെസന്റും രാജ്യം മുഴുവൻ സഞ്ചരിച്ചു. എന്തിനാണ്? ഹോം റൂൾ ലീഗിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടും പിന്നെ ഒരുപാട് ബ്രാഞ്ചസ്, അതിൻ്റെ ഈ ഹോം റൂൾ ലീഗിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ട്. Realizing that the Home Rule League's activities were a threat to British supremacy, the government arrested and imprisoned Annie Besant. അപ്പോൾ ഈ ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആ ഒരു സുപ്രീമസിക്ക് അല്ലെ, ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഒരു തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി അവരെന്ത് ചെയ്യും? ആനി ബെസന്റിനെ ഇംപ്രിസൺമെൻറ്റ് ചെയ്തു, അതായത് ആനി ബെസന്റിനെ ജയിലിലടച്ചു.
Later, she was released from jail and was elected the President of Congress in Calcutta Conference in 1917. അതിനുശേഷം അവർ ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങിയതിന് ശേഷം അവർ INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1917 കൽക്കട്ട കോൺഫറൻസിൽ കൊൽക്കത്ത സമ്മേളനത്തിൽ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ 1917 INC കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ അധ്യക്ഷം വഹിച്ചത് ആരായിരുന്നു? നമ്മുടെ ആനി ബസന്റ് ആയിരുന്നു. ആനി ബസന്റ് ഈസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വുമൺ ആയിരുന്നു ആര്? ഈ പറയുന്ന ആനി ബസന്റ്. അപ്പോൾ INCയുടെ പ്രസിഡന്റ് ആയിരുന്ന ആദ്യത്തെ വുമൺ ആരായിരുന്നു? ആനി ബസന്റ്. ഏത് വർഷമാണ് അവർ INCയുടെ പ്രസിഡന്റ് ആയത്? 1917, 1917. ഏത് സെഷനായിരുന്നു? കൽക്കട്ട സെഷൻ കൽക്കട്ട സമ്മേളനം, കൽക്കട്ട കോൺഫറൻസ്. അപ്പോൾ ആനി ബസന്റും ബാലഗംഗാധര തിലകും കൂടി സ്ഥാപിച്ച ഓർഗനൈസേഷൻ്റെ പേരെന്താണ്? ഹോം റൂൾ ലീഗ്. ഏതാണ്? ഹോം റൂൾ ലീഗ്. ഓക്കെ ആണല്ലോ. ഇത് ഹോം റൂൾ ലീഗ് പ്രൊമോഷണൽ പ്രോഗ്രാം, ഹോം റൂൾ ലീഗിൻ്റെ ഒരു പ്രൊമോഷണൽ പ്രോഗ്രാമിൻ്റെ പിക്ചറാണ്. പ്രൊമോഷണൽ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു പ്രചരണ പരിപാടി അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കിയോളൂ, യൂണിറ്റി ഇൻ ലക്നൗ, ഐക്യത്തിൻ്റെ ലക്നൗ എന്താണെന്ന് വെച്ചാൽ ദ ആനുവൽ കോൺഫറൻസ് ഓഫ് ദി കോൺഗ്രസ് ഇൻ 1916 വാസ് ഹെൽഡ് ഇൻ ലക്നൗ. 1916 ഈ INCയുടെ കോൺഫറൻസ് അല്ലെങ്കിൽ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? ലക്നൗവിൽ വെച്ചിട്ടായിരുന്നു. 1917 എവിടെയാണ് നടന്നത്? 1917 നടന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടായിരുന്നു. ആരായിരുന്നു അതിൻ്റെ പ്രസൈഡ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷം വഹിച്ചത് ആരായിരുന്നു? ആനി ബസന്റ്. അപ്പോൾ 1916 നടന്നത് ലക്നൗവിൽ വെച്ചിട്ടായിരുന്നു. ദിസ് കോൺഫറൻസ് വാസ് നോട്ടബിൾ ഡ്യൂ ടു സം ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. ഈ ഒരു സമ്മേളനം പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് ഒരു നോട്ടബിൾ ആയിരുന്നു ഈ ഒരു കോൺഫറൻസ് എന്ന് പറയുന്നത്. നോട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു 1916 ലക്നൗ സെഷൻ എന്ന് പറയുന്നത്. In this conference, it was decided that the moderates and extremists should unite and the Indian National Congress and all India Muslim League should work together. അതായത് ഈ ഒരു കോൺഫറൻസിൽ രണ്ട് കാര്യങ്ങൾ നടന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഷുഡ് യുണൈറ്റ്. രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും? ഒന്നായി ഐക്യപ്പെട്ടു. ആരൊക്കെയാണ്? മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും, അതായത് തീവ്ര ദേശീയവാദികളും പിന്നെ മിതവാദികളും യുണൈറ്റായി ഐക്യപ്പെട്ടു. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഷുഡ് വർക്ക് ടുഗദർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയും പിന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സർവേന്ത്യ മുസ്ലിം ലീഗ് നേരത്തെ നമ്മൾ പറഞ്ഞു ആഗാ ഖാൻ്റെ നേതൃത്വത്തിലൊക്കെ സ്ഥാപിച്ച. അപ്പോൾ ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചു. അപ്പോൾ ലക്നൗ സെഷൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? ലക്നൗ സെഷൻ 1916 രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഏതൊക്കെയാണ്? എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും തമ്മിൽ യുണൈറ്റായി. പിന്നെ INCയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും വർക്ക് ടുഗദർ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി ബൈ ഓൾട്ടർനേറ്റീവ് മീൻസ്, അതായത് മറ്റുള്ള വഴികളിലൂടെ എന്നുള്ള അർത്ഥം. ഇൻ കോൺട്രാസ്റ്റ് ടു ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മെത്തേഡ് ഓഫ് സ്ട്രഗിൾ, സം ഫോംഡ് സീക്രട്ട് റെവല്യൂഷണറി ഓർഗനൈസേഷൻസ് ആൻഡ് റിസോർട്ടഡ് ടു ആംഡ് സ്ട്രഗിൾ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമരരീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചില സീക്രട്ട് റെവല്യൂഷണറി ഓർഗനൈസേഷൻ, രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് ഈ ആംഡ് സ്ട്രഗിൾ എന്ന് വെച്ചാൽ സായുധ സമരം, ആയുധം ഉപയോഗിച്ചിട്ടുള്ള സമരത്തിനൊക്കെ ചില ആൾക്കാർ സമരത്തിനൊക്കെ മുന്നിട്ടിറങ്ങി. ദേ ബിലീവ്ഡ് ദാറ്റ് ദ വെസ്റ്റേൺ എംപയർ കുഡ് ഓൺലി ബി ഓവർ ത്രോൺ ത്രൂ വയലൻസ്. ഈ വെസ്റ്റേൺ എംപയർ എന്ന് വെച്ചാൽ പാശ്ചാത്യ സാമ്രാജ്യത്തെ നമുക്ക് വയലൻസിലൂടെ, ഹിംസയിലൂടെ മാത്രമേ പുറത്തേക്കാൻ കഴിയുള്ളൂ, അമർച്ച ചെയ്യാൻ കഴിയുള്ളൂ എന്നവർ വിശ്വസിച്ചിരുന്നു. സം ഓഫ് ദം ആർ ഗിവൺ ഇൻ ദ ലിസ്റ്റ്. അതിൽ കുറച്ച് സംഘടനകളുടെ പേരാണ് ഇതായി തന്നിട്ടുള്ളത്. അപ്പോൾ റവല്യൂഷണറി ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്? അനുശീലൻ സമിതി. ഇതാണ് അനുശീലൻ സമിതി. ഏത് സ്ഥലത്താണ് അത് സ്ഥാപിച്ചത്? ബംഗാളിലെ അനുശീലൻ സമിതി. അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? സച്ചീന്ദ്രനാഥ് സന്യാൽ, അരവിന്ദ ഘോഷും സച്ചീന്ദ്രനാഥ് സന്യാലും സ്ഥാപിച്ച ഒരു സംഘടനയായിരുന്നു അനുശീലൻ സമിതി, ബംഗാൾ ആസ്ഥാനമായിട്ട്. അടുത്തത് ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഘടനയാണ്. അതിൻ്റെ ആൾക്കാരൊക്കെയാണ്? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്, വാഞ്ചി അയ്യർ, നീലകണ്ഠ ബ്രഹ്മചാരി എന്നിങ്ങനെ 3 പേരായിരുന്നു ഈ ഒരു സംഘടന, ഭാരത് മാതാ അസോസിയേഷൻ. അത് മദ്രാസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഘടന. അടുത്ത യുഗാന്തർ പാർട്ടി, അത് ബംഗാളിനെ ബേസ് ചെയ്തിട്ടുള്ള സംഘടനയായിരുന്നു. അതിൻ്റെ ആൾക്കാർ റാഷ് ബിഹാരി ബോസും പിന്നെ ഖുദിറാം ബോസും പിന്നെ റാഷ് ബിഹാരി ബോസും.
റാഷ് ബിഹാരി ബോസ് ഖുദിറാം ബോസ് സ്ഥാപിച്ച ഒരു സംഘടനയായിരുന്നു യുഗാന്തർ പാർട്ടി. എവിടെ? ബംഗാളിൽ. അടുത്തത് ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടി അമേരിക്കയിലുള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ ആള് ലാലാ ഹർദയാൽ ഹർദയാൽ, അതാണ് ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ അമേരിക്കയിലാണ് സംഘടന സ്ഥാപിച്ചത്. മനസ്സിലായോ? ഇനി നോക്കിയുള്ളൂ. ദ വേരിയസ് എക്സ്പ്ലോയിറ്റീവ് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ആൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ അഗാൻസ്റ്റ് ദം ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണലിസം. അതായത് ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. With the formation of the Indian national congress, the resistance of the Indian people against the British took an organized form. അല്ലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത സ്വഭാവം കൈവന്നു. ദ സ്വദേശി മൂവ്മെന്റ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ദ മോസ്റ്റ് പവർഫുൾ പോപ്പുലർ മൂവ്മെന്റ് ഓഫ് ദാറ്റ് ടൈം. ബംഗാൾ പാർട്ടീഷനെതിരെ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. അതായിരുന്നു സ്വദേശി പ്രസ്ഥാനം. അതെന്ന് പറയുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു. ലേറ്റർ വിത്ത് ഗാന്ധിജി ടേക്കിംഗ് ദ ലീഡ്, ദ ഫ്രീഡം സ്ട്രഗിൾ ബിക്കം മോർ പോപ്പുലർ ആൻഡ് പവർഫുൾ. പിന്നീട് ഈ ഗാന്ധിജി ഈ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി ഇത് കൂടുതൽ പോപ്പുലറായി, ജനകീയമായി, പിന്നെ പവർഫുള്ളായി, ശക്തവുമായി തീർന്നു. നമ്മുടെ ടുവാർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന, അല്ലേ, ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അത്രേ ഉള്ളൂ.